നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചൊക്കന മുപ്പിളിയിൽ റോഡിനോട് ചേർന്ന് പായുന്ന പുലിയുടെ ദൃശ്യം പ്രചരിക്കുന്നു. ചൊക്കന സ്വദേശികളായ യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് പുലി ഇറങ്ങിയതായി വിവരം ലഭിച്ചത്. ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കല്ലൂർ മഠം വഴിയിലെ മൺചിറത്തോട്ടിൽ വൻതോതിൽ അറവു മാലിന്യം തള്ളി, പരാതിയുമായി നാട്ടുകാർ. ലഭിക്കാത്ത വാട്ടർ കണക്ഷന് ബില്ലടയ്ക്കേണ്ട ഗതികേടിൽ പാലക്കുന്നിലെ 10ഓളം കുടുംബങ്ങൾ. അർബുദബാധിതർക്കായി കേശദാനം നടത്തി മാതൃകയായി ചെങ്ങാലൂർ കർമ്മല മാതാ പള്ളിയിലെ ഇടവകാംഗങ്ങൾ. സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. ചൊക്കന മുപ്പിളിയിൽ റോഡിനോട് ചേർന്ന് പായുന്ന പുലിയുടെ ദൃശ്യം പ്രചരിക്കുന്നു. ചൊക്കന സ്വദേശികളായ യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് പുലി ഇറങ്ങിയതായി വിവരം ലഭിച്ചത്. ചൊക്കന മുപ്പിളി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപം റോഡ് മുറിച്ചു കടന്ന് റബ്ബർ തോട്ടത്തിലേക്ക് പുലി പായുന്ന ദൃശ്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചത്. ശനിയാഴ്ച രാത്രി 8:15 സംഭവം. കുടുംബവും ഒന്നിച്ച് വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു കളപ്പാരൻ റിസാൽ. കുടുംബത്തെ ചൊക്കനയിലെ വീട്ടിലെത്തിച്ച് സുഹൃത്തിന്റെ കാർ തിരികെ നൽകുവാൻ പോകുന്നതിനിടെ വാഹനത്തിന്റെ ശബ്ദം കേട്ട് പായുന്ന പുലിയെയാണ് കണ്ടതെന്ന് റിസാലും സുഹൃത്തായ റാഷിദും പറഞ്ഞു. പുലി തന്നെയാണോ എന്ന് വ്യക്തത വരുത്താൻ പുലി പോയ ഭാഗത്ത് ഒന്നുകൂടി വെട്ടം തെളിയിച്ചു നോക്കി. ഉടൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരാഴ്ചക്കിടെ 2 പട്ടികളെയും ഒരു പശുക്കുട്ടിയെയും പുലി പിടിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംശയം നിലനിൽക്കുമ്പോഴാണ് യുവാക്കളുടെ മൊബൈൽ ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. അതേസമയം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് തൃശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ മഠം ഷട്ടർപാലം റോഡിലെ മൺചിറത്തോട്ടിൽ വൻതോതിൽ അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് ശക്തമായ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി. ഇരുട്ടിന്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതെന്നും 2 ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവമെന്നും പരിസരവാസികൾ പറയുന്നു. പരാതി ഉയർന്നതോടെ വാർഡംഗം അനൂപനങ്കൂടൻ, പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് സെക്രട്ടറി ദിനേശ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജി എന്നിവർ സംഭവ സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ അറവു മാലിന്യം ആളൊഴിഞ്ഞ പറമ്പിൽ സംസ്കരിച്ചു. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തിയവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പുതുക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകി. ഇനിയും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പഞ്ചായത്ത് അധികാരികൾ ആവശ്യപ്പെട്ടു. ലഭിക്കാത്ത വാട്ടർ കണക്ഷന് ബില്ലടയ്ക്കേണ്ട ഗതികേടിലാണ് അളഗപ്പനഗർ പഞ്ചായത്ത് പാലക്കുന്നിലെ 10ഓളം കുടുംബങ്ങൾ. 3 മാസത്തോളമായി മുറ്റത്ത് പൈപ്പും മീറ്ററും സ്ഥാപിച്ചതല്ലാതെ വാട്ടർ കണക്ഷൻ നൽകിയിട്ടില്ല. എന്നാൽ എല്ലാ മാസവും കൃത്യമായി ബില്ല് വരുന്നുമുണ്ട്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഉൾപ്പെടുന്ന പാലക്കുന്ന് ഭാഗത്ത് വാട്ടർ ടാങ്കിന്റെ സബ് റോഡിൽ താമസിക്കുന്ന ഏതാനും കുടുംബങ്ങൾക്കാണ് വാട്ടർ കണക്ഷൻ നൽകാതെ ഓരോ മാസവും ബില്ല് നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 മാസം മുൻപാണ് ഇവർക്ക് ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള വാട്ടർ കണക്ഷൻ നൽകുന്നതിനായി വീട്ടുമുറ്റത്ത് പൈപ്പും മീറ്ററും സ്ഥാപിച്ചത്. എന്നാൽ
ഈ വഴി കോൺക്രീറ്റ് ചെയ്ത ഭാഗമായതിനാൽ റോഡിൽ പൈപ്പിടുന്നതിന് വിവിധ കാരണങ്ങൾ നിരത്തി അധികൃതർ തയ്യാറാകുന്നില്ല. എന്നാൽ എല്ലാ മാസവും ബില്ല് കൃത്യമായി നൽകുന്നുമുണ്ട്. ജലജീവൻ മിഷന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പേര് വന്നിട്ട് ഇവിടെ പൈപ്പ് ഇടലും കാര്യങ്ങളും ചെയ്തു. ടാപ്പ് മാത്രം വീടുകളിൽ ഫിറ്റ് ചെയ്ത് പോയി അവർ. പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, ഇത് ജലജീവൻ മിഷന്റെ പ്രധാനമന്ത്രിയുടെ ജലജീവൻ മിഷന്റെ കാര്യമാണ്, അതുകൊണ്ട് ഇവിടെ പണിക്കാരില്ല, അവർ പിന്നീട് ഇത് വരുള്ളൂ, അവർ നാട്ടിൽ പോയി എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എടുക്കാത്ത കണക്ഷന് വാട്ടർ നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളത്തിന് പോലും വെള്ളത്തിന്റെ ബില്ല് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന ബില്ല് 645 രൂപയാണ്. ഉപയോഗിക്കാത്ത ടാപ്പ് മാത്രം ഇട്ട് പോയ ഒരു കണക്ഷന്റെ ബില്ലാണ് ഈ 645 രൂപ. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് അടയ്ക്കും? ഞങ്ങൾ ഇത് ഈ ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബില്ല് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധമായിട്ടും വീട്ടിൽ വലിച്ചെറിഞ്ഞ് പോയതാണ്. ഓരോരുത്തർക്കും 148 രൂപയും 153 രൂപയുമെല്ലാം പ്രതിമാസം ലഭിക്കാത്ത വെള്ളത്തിനായി നൽകേണ്ടി വരികയാണ്. കുടിശ്ശിക ചേർത്ത് 600 രൂപയ്ക്ക് മുകളിൽ ബില്ല് വന്നവരുമുണ്ട്. ഇനി ഉടനെയെങ്ങാൻ കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ബില്ലുകൾ മുഴുവൻ കുടിശ്ശികയായി കണക്കാക്കുകയും അടയ്ക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ജലമിഷൻ്റെ എന്നും പറഞ്ഞിട്ട് പൈപ്പ് ഇട്ടിട്ട് അതിലൊരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 200, 230, 145, 149 ഒക്കെ ആയിട്ട് ഈ 5-6 വീട്ടുകാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് അടച്ചില്ലെങ്കിൽ കുടിശ്ശികയായിട്ട് ഇനിയും ബില്ലുകൾ വരും. അപ്പം ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇനി ഈ വാട്ടർ അതോറിറ്റികളുടെ അവിടത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് വെള്ളം വേണം. പഞ്ചായത്തിൻ്റെ ആയാലും എന്ത് കാര്യത്തിൻ്റെ ആയാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കാറുള്ളതാണ്. ഞങ്ങൾക്ക് ആകെ ഒരു ആവശ്യമുള്ളത് ഞങ്ങൾക്ക് ഈ പാലക്കുന്നത്ത് വെള്ളം വേണം. ഞങ്ങൾ ഈ 8-9 വീട്ടുകാർക്ക് ഞങ്ങൾക്ക് വെള്ളം വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളമില്ല, കാശിൻ്റെ ബില്ല് വരുന്നുണ്ട്. അത് ഏത് കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നിനെ അവർ മീറ്റർ എടുത്തോട്ടെ, മീറ്റർ പറയാന്ന് പറഞ്ഞാൽ നിൽക്കണത്, അത് മീറ്റർ എടുത്തോട്ടെ. ഞങ്ങൾക്ക് അത് പാടില്ല. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ കുടിശ്ശികയായിട്ട് ഒന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളാവും. ആ അവസ്ഥ വരാണ്ടിരിക്കാൻ ഒന്നിനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാം, അല്ലാന്ന് വെച്ചാൽ മീറ്റർ കൊണ്ട് പോകണം. അല്ലെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് പോകും. ഇപ്പം ഇതിന് മുകളിൽ പോകാമല്ലോ നമുക്ക്. വാട്ടർ അതോറിറ്റി ഒല്ലൂർ സെക്ഷൻ ഓഫീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. വിവിധ കാരണങ്ങൾ നിരത്തി കൈമലർത്തുകയാണ് അവർ. ഇനിയും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂട്ടത്തോടെ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വെള്ളം കണക്ഷൻ തരാം എന്ന വാഗ്ദാനത്തിന് പോലും വില കൊടുക്കേണ്ട അവസ്ഥയിലാണ് പാലക്കുന്ന് നിവാസികൾ. വാട്ടർ കണക്ഷൻ നൽകാം എന്ന് പറഞ്ഞ് വാട്ടറിന്റെ മീറ്ററും പൈപ്പും മാത്രം വെച്ച് പോയതിന് പ്രതിമാസം ബില്ലടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ള 9ഓളം വീട്ടുകാർ. വാട്ടർ കണക്ഷൻ നൽകാതെ തങ്ങൾ പണമടയ്ക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ഏതറ്റം വരെയും പോകാൻ പാലക്കുന്ന് നിവാസികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ കുടുംബമൊന്നിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുന്ന സമരമുറയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ഇവരുടെ ആശങ്ക പരിഹരിക്കേണ്ടതും ഇവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതും അകാരണമായി പണം വാങ്ങുന്നതും നിർത്തലാക്കണം എന്ന് തന്നെയാണ് ജനത്തിന് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. അർബുദ ബാധിതർക്കായി കേശദാനം നടത്തി മാതൃകയായി ചെങ്ങന്നൂർ കർമ്മലമാതാ പള്ളിയിലെ ഇടവകാംഗങ്ങൾ. 9 വയസ്സുകാരി ഉൾപ്പെടെ 67 പേരാണ് കാരുണ്യ കൂട്ടായ്മയിൽ പങ്കാളികളായത്. പള്ളിയിലെ മാതൃവേദിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് കേശദാനം സംഘടിപ്പിച്ചത്. അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് അർബുദ ബാധിതർക്ക് വിഗ് നിർമ്മിക്കുന്നതിനാവശ്യമായ മുടിയാണ് ശേഖരിച്ചത്. ചടങ്ങ് വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി കേശദാന സന്ദേശം നൽകി. നടത്തുകൈക്കാരൻ ജോജു ആലപ്പാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലെസിൻ പയസ്, ഡീക്കൻ സനു കാലത്തുപറമ്പിൽ എന്നിവർ സന്നിഹിതരായി. മാതൃവേദി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി. നിങ്ങൾ വന്ന് കാണണം, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെയും കാറ്റസിന്റെ ബേസിലോ അങ്ങനെ ആരും ക്ലാസ്സിലുള്ള ദിവസമാണ് വരുന്നത്, വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കണ്ടാൽ എന്താണ് ഇതിന്റെ ഉപയോഗം? പലരും പല സംശയങ്ങളും കൂടി മറച്ചു വെക്കുകയാണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ? ആ സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ അമ്മയിലേക്ക് വിട്ടോ. ഞാൻ തന്നെയാണ് ഇതിലേക്ക് ഉത്തരവാദി. എൻ്റെ കയ്യിൽ മുഴുവൻ ഡോക്യുമെന്റ്സും അതെന്താ ചെയ്യുന്നത് കയ്യിലുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ആരുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ളത്. കാരണം അച്ഛൻ അമലയിലാണ്. അച്ഛന് ഈ മുടിയുടെ
ആവശ്യ പ്രാധാന്യം എത്ര വലുതാണെന്ന് അച്ഛൻ ഓരോ ദിവസവും അത് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. നമ്മൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ അതിനെപ്പറ്റി വന്നിട്ടില്ലാത്ത കാരണം ഇങ്ങനത്തെ പ്രയാസം അറിയില്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഈ നീണ്ടു കിടക്കണേ കൂടി ഒന്ന് ചെറിയ തോതിലെങ്കിലും ആവശ്യമുള്ള അനേകം മക്കള് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയും ക്യാൻസർ വർദ്ധിച്ചു വരികയും ചെയ്യും. ഞാൻ കഴിഞ്ഞ 21 കൊടുത്തതാണ്, 15 കൊടുത്തു, പിന്നെ 21 കൊടുത്തു, പിന്നെ 24 ഞാൻ കൊടുത്തിട്ടുണ്ട്. സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി P നാരായണൻകുട്ടി, പ്രസിഡന്റ് രാജൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. കാവലൂർ കവിത വായനശാല, കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് കൃഷ്ണൻ സൗവർണിക ഉദ്ഘാടനം ചെയ്തു. രാജു കിഴക്കുടൻ അധ്യക്ഷത വഹിച്ചു. ടിൻസൺ പൊന്നാരി, റെജിൽ മേപ്പുറത്ത്, NS ജോമോൾ, KJ ബിജു, രജിത കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. 50ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന LSS പരീക്ഷയിൽ കോടാലി സർക്കാർ LPU സ്കൂളിന് മികച്ച നേട്ടം. വിദ്യാലയത്തിൽ നിന്ന് LSS പരീക്ഷ എഴുതിയ 29 കുട്ടികളിൽ 22 പേരും സ്കോളർഷിപ്പിന് അർഹത നേടി. ചാലക്കുടി ഉപജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ LSS പരീക്ഷ വിജയിച്ച വിദ്യാലയമാണ് കോടാലി ഗവൺമെന്റ് LPU സ്കൂൾ. സംസ്ഥാനതലത്തിൽ LSS പരീക്ഷ വിജയ ശതമാനത്തിൽ ചാലക്കുടി ഉപജില്ലയ്ക്ക് 3ാം സ്ഥാനമാണുള്ളത്. LSS USS പരീക്ഷാ വിജയത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തുള്ളതും ചാലക്കുടി ഉപജില്ലയാണ്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാമത് പതാക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിബിൻ വാഴപ്പള്ളി, രൂപത പ്രതിനിധി ജോസ് കോച്ചക്കാടൻ, കൈക്കാരന്മാർ ജോയ് വടക്കേത്തല, സ്റ്റാൻലി കുറ്റിയിൽ, ജോയ് മാളിയേക്കൽ, കത്തോലിക്ക കോൺഗ്രസ് ഇടവകതല പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ പ്രസംഗിച്ചു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നന്മതിന്മകളെ ഉപയോഗിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. നന്മതിന്മകളെ ഉപയോഗിച്ചറിയുമ്പോൾ ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങളും അവൻ ചെയ്യേണ്ട കടമകളുമെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിച്ചറിയേണ്ട കടമയുണ്ട്. അപ്രകാരം നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും തിന്മകളെ ചെറുക്കുവാനും കടമകൾ പ്രോത്സാഹിപ്പിക്കുവാനും എന്നും കത്തോലിക്ക കോൺഗ്രസ് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ കേരളത്തിൽ സ്ഥാപിതമായിട്ട് 106 വർഷമായി. ഈ 106 വർഷമായ ഇന്നേ ദിവസത്തെ ഈ കൊടി ഉയർത്തുന്നതും ഇന്നത്തെ മീറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടിയിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സ്വീകരണം നൽകും. വൈകുന്നേരം 4:30 പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. മെൻസ് വെയറുകളുടെയും ലേഡീസ് ഇന്നർ വെയറുകളുടെയും വിപുലമായ കളക്ഷനുമായി കസിൻസ് കാഷ്വൽസ് ആമ്പലൂരിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പോളി ജംഗ്ഷനിലെ ബ്രെയിൻ ടെക് ഹബിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. തിങ്കൾ രാവിലെ 9:30 അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററുകൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തേക്ക് സൈക്കോ സോഷ്യൽ ഗ്രാന്റ് ഇൻ എയ്ഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 30-നകം ചെമ്പുക്കാവിലുള്ള മിനി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723210702. കെൽട്രോണിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, ഫൈബർ ഒപ്റ്റിക്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8129453231, അടുത്ത നമ്പർ 9188311451.
വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മെയ് മാസത്തിൽ ആരംഭിക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സാരി ഡിസൈനിങ് ആൻഡ് ഡ്രാപ്പിംഗ്, ശീതള പാനീയങ്ങളുടെ നിർമ്മാണ പരിശീലനം എന്നിവയാണ് ഉള്ളത്. ഭക്ഷണം, താമസവും ഉൾപ്പെടെ പരിശീലനം സൗജന്യമായിരിക്കും. പ്രായപരിധി 18 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ. പരിശീലന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0487 2694 മൊബൈൽ 9447196324. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53,480 രൂപ. പറപ്പൂക്കര രാപ്പാൾ എക്കുഴി ബാലൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. സാവിത്രിയാണ് ഭാര്യ. സുബീഷ്, സുബിത, സുബിന്ദു എന്നിവർ മക്കളും. സബിത, രവി, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് വടക്കേത്തുറവ് പുതുപ്പറമ്പിൽ ബാലകൃഷ്ണൻ ഭാര്യ സരോജിനി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വടൂക്കര ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചൊക്കന മുപ്പിളിയിൽ റോഡിനോട് ചേർന്ന് പായുന്ന പുലിയുടെ ദൃശ്യം പ്രചരിക്കുന്നു. ചൊക്കന സ്വദേശികളായ യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് പുലി ഇറങ്ങിയതായി വിവരം ലഭിച്ചത്. ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. കല്ലൂർ മഠം വഴിയിലെ മൺചിറത്തോട്ടിൽ വൻതോതിൽ അറവു മാലിന്യം തള്ളി. പരാതിയുമായി നാട്ടുകാർ. ലഭിക്കാത്ത വാട്ടർ കണക്ഷന് ബില്ലടയ്ക്കേണ്ട ഗതികേടിൽ പാലക്കുന്നിലെ 10ഓളം കുടുംബങ്ങൾ. അർബുദബാധിതർക്കായി കേശദാനം നടത്തി മാതൃകയായി ചെങ്ങാലൂർ കർമ്മല മാതാ പള്ളിയിലെ ഇടവകാംഗങ്ങൾ. സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.